നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ എത്തിയത് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ സ്റ്റേഷന് പുറത്തുനിന്ന് സുഹൃത്തിനോട് മച്ചാനെ എന്ന് വിളിച്ച് സ്നേഹ സംഭാഷണം. എന്താണിവിടെ എന്ന് സുഹൃത്ത് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിട്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നേരെ അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ കയറിയ പാടെ വളരെ കൂളായി ഞാൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത് എന്ന് അഫാൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. ഇന്നലെ വൈകുന്നേരം 5:30 മണിക്കാണ് പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. താൻ എലിവിഷം കഴിച്ചിരുന്നുവെന്നും മദ്യപിച്ചിരുന്നുവെന്നും അഫാൻ നൽകിയ മൊഴിയിൽ ആദ്യമേ പറഞ്ഞിരുന്നു. കൊലപാതകങ്ങൾ നടത്തി കുളിച്ച് ചുറ്റികയൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്. രക്തമുറിയുന്ന ഈ നിഷ്ഠൂരതയ്ക്ക് പിന്നിലെ കാരണമെന്ത്? അതാണിപ്പോൾ കേരളം തിരക്കുന്നത്. നിരവധി കാരണങ്ങളാണ് പോലീസിന് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ഒരു വശത്ത് സാമ്പത്തിക ബാധ്യത, മറുവശത്ത് പ്രണയത്തിലുള്ള ചില പ്രശ്നങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പ്രതി പോലീസിനോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ കാമുകിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും പോലീസിന് മുന്നിൽ പ്രതി പറഞ്ഞു കഴിഞ്ഞു. കാമുകിയിൽ നിന്ന് തനിക്ക് സാമ്പത്തിക ബാധ്യത വന്നതോടെ പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നു. അവളത് തിരികെ ആവശ്യപ്പെട്ടു. പകുതിയോളം പണം തിരികെ കൊടുത്തു. ബാക്കി പണം കൊടുക്കാൻ തനിക്ക് നിർവാഹമില്ല. ചെറുപ്പത്തിലെ അവളെ തനിക്ക് ഇഷ്ടമായിരുന്നു. വെഞ്ഞാറമൂടിലെ സ്കൂളിൽ പഠനകാലത്ത് തുടങ്ങിയ പ്രണയമായിരുന്നു അവന് ഫർസാനയുമായി. ഇപ്പോൾ അഞ്ചൽ കോളേജിൽ PG വിദ്യാർത്ഥിനിയാണ് ഫർസാന. പഠിക്കാൻ മിടുമിടുക്കി. ഇന്നലെ വൈകിട്ട് 3:30 മണിവരെ അവൾ വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. വീടിന്റെ മുകൾ നിലയിലെത്തിച്ച് കാമുകിയുമായി അവൻ കുറച്ചു സമയം സംസാരിച്ചു. പിന്നീട് മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ചുറ്റികയുടെ മറുവശം ആണി പറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊളുത്തുപോലിരിക്കുന്ന ഭാഗം, അതുപയോഗിച്ച് അവളുടെ നെറ്റിയിലും ചെവിയുടെ വശങ്ങളിലുമൊക്കെ അവരാഞ്ഞടിച്ചു. മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം. എന്തിനാണ് സ്വന്തം കാമുകിയെ ഇത്ര ക്രൂരമായി ആക്രമിച്ചത് എന്ന് പോലീസിന്റെ ചോദ്യത്തിന് അവന്റെ ഉത്തരം ഏറെ വിചിത്രം. തന്റെ കാമുകിയുടെ സുന്ദരമുഖം ആരും കാണേണ്ട എന്ന് കരുതി. സ്വന്തം കാമുകിയുടെ മുഖം പോലും മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ഇഷ്ടപ്പെടാത്ത അഫാൻ അവളെ കൊലപ്പെടുത്തി അവളുടെ മുഖം പൂർണ്ണമായി വികൃതമാക്കി. ഇതിന്റെ പേര് പ്രണയമെന്നോ അതോ ഭ്രാന്തോ? 2 ദിവസം മുൻപ് ഇതേ പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അവന്റെ ബന്ധു കണ്ടിരുന്നു. ഫർസാനയുടെ തലയിൽ ആഴത്തിൽ മുറിവുണ്ടാക്കുക മാത്രമല്ല, പ്രതി തുരുതുര ചുറ്റിക കൊണ്ട് അടിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. തലയോട് പിളർന്ന് തലച്ചോർ പുറത്തു വന്ന നിലയിൽ. നെറ്റിയുടെ 2 വശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആഴത്തിലടിച്ച പാടുകൾ. കാമുകിയെ നിഷ്ഠൂരമായി അടിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം അവളെ കസേരയിൽ തന്നെ ഇരുത്തി. പിന്നീട് അവൻ കാമുകിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നുവെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഫർസാനയുടെ മരണമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിൽ നേരെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. മരണപ്പെട്ടത് തന്റെ മകളാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സുനിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. വെൽഡിംഗ് ജോലിക്കാരനാണ് സുനിൽ. പെൺകുട്ടിയുമായുള്ള വിവാഹം താൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഈ വിവാഹത്തോട് കടുത്ത എതിർപ്പാണ് വീട്ടുകാർ പ്രകടിപ്പിച്ചത്. തന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചായിരുന്നു വീട്ടുകാർക്കേറെ ആശങ്കയെന്ന് യുവാവ് പോലീസിനോട് പറയുന്നു. വിദേശത്ത് ബിസിനസ് ഇടപാടുകളുമായി മുൻപ് താൻ പോയിരുന്നു. അതിന്റെ ബാധ്യതയായി ഏകദേശം 75 ലക്ഷം രൂപയുടെ കടബാധ്യത. സ്വന്തമായി നടത്തിയിരുന്ന ബിസിനസ് തകർന്നതോടെ എല്ലാ പ്രതീക്ഷയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. 75 ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കാൻ ഒരു മാർഗവും തനിക്ക് മുന്നില്ല. ആകെയുള്ള വീടും പുരയിടവുമൊക്കെ വിൽക്കാൻ പിതാവ് തീരുമാനമെടുത്തു. പിതാവിന് വിദേശത്തുള്ള കടം തീർക്കാനാണ് വീടും പുരയിടവുമൊക്കെ വിൽക്കാനുള്ള തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത്. പിന്നെ നാട്ടിൽ തലമുക്കി നടക്കാൻ തനിക്ക് കഴിയില്ല. കാരണം താൻ കടം വാങ്ങിയ 75 ലക്ഷം രൂപ എങ്ങനെ തിരികെ കൊടുക്കും? നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ കുറേയേറെ പണം കടം വാങ്ങി. വീണ്ടും വീട്ടുകാരോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ആരും 1 രൂപ പോലും നൽകുന്നില്ല. എന്തിന് മുത്തശ്ശി പോലും പിന്നീട് അവന് പണം കൊടുക്കാതായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെ അലട്ടിയിരുന്നുവെന്ന് യുവാവ് പോലീസിനോട് പറയുന്നു. അമ്മ ക്യാൻസർ രോഗിയാണ്. ചികിത്സിക്കാനുള്ള പണം പോലുമില്ല. വിദേശത്ത് നിന്ന് പിതാവിന് പണം അയച്ചു തരാൻ ഒരുവിധ മാർഗവുമില്ല. അമ്മയോട് നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്നൊരു വേള പറഞ്ഞു. താൻ വീട്ടുകാരും ഒന്നിച്ച് ഒരു കൂട്ട ആത്മഹത്യയായിരുന്നു പദ്ധതിയിട്ടതെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മാതാവ് തന്റെ പദ്ധതിക്കൊപ്പം നിന്നില്ല. തുടർന്ന് മാതാവിന്റെ കഴുത്ത് ചരിച്ചു കൊല്ലാൻ താൻ ശ്രമിച്ചു.
അത് വിഫലമായി. എല്ലാവരും കൂടി എലിവിഷം കഴിച്ചു മരിക്കുന്നതിനെക്കുറിച്ചും താൻ ചിന്തിച്ചു. എന്നാൽ ഈ ശ്രമത്തിനിടയിൽ മരിക്കാതെ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് ഭയപ്പെട്ടു. തുടർന്ന് വെഞ്ഞാറമൂട്ടിൽ പോയി ചുറ്റിക വാങ്ങി വീട്ടിലെത്തി മാതാവിന്റെ തലയ്ക്കടിച്ചു. പിന്നീടാണ് മുത്തശ്ശിയെയും അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയും ഒക്കെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ തിരിച്ചെത്തിയ അഫാൻ അവിടെ ഉണ്ടായിരുന്ന സഹോദരനെയും കൊലപ്പെടുത്തി. തങ്ങൾ മരിച്ചാൽ അവൾ അനാഥയാകുമല്ലോ എന്ന് കരുതിയാണ് കാമുകിയെ കൊന്നത് എന്ന് അഫാൻ പറഞ്ഞു. പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തിയാണ് താൻ കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. സ്വയം വിഷം കഴിച്ചതിന് ശേഷം അവൻ പിന്നീട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. ജീവന് തുല്യം സ്നേഹിച്ച സഹോദരനെയും സ്വന്തം വീട്ടുകാരെയും പെൺസുഹൃത്തിനെയും ഒക്കെ കൂട്ടക്കൊല നടത്തിയതിനെക്കുറിച്ച് ഒരു കൂസലുമില്ലാതെയുള്ള കുറ്റസമ്മതം. ഇത് കേട്ട് പോലീസ് നടുങ്ങി. നാട്ടുകാരും വീട്ടുകാരുമൊക്കെ ഇപ്പോൾ ഭയാശങ്കകളിലാണ്. 2 മണിക്കൂറിനുള്ളിൽ 25 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള 3 വീടുകളിലെത്തി നടത്തിയ കൊടും ക്രൂരതകൾ. ആളുകളുമായി വലിയ സമ്പർക്കമൊന്നുമില്ല അഫാന്. പൊതുവെ അന്തർമുഖൻ. യാതൊരുവിധ കുഴപ്പവും അവനിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് മാതാവിന്റെ സഹോദരനടക്കം വീട്ടുകാരൊക്കെ പറയുന്നു. നാട്ടുകാരും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ ഇത്രയും ഹീനകൃത്യം നടത്തിയത് തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാരും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു അഫാന്റെ പ്രശ്നമെങ്കിൽ ഒരാൾ മാത്രമല്ലേ ആത്മഹത്യ ചെയ്യൂ? സുബോധമുള്ള ഒരാൾക്കും ഇങ്ങനെ സ്വന്തം വീട്ടുകാരെ കൂട്ടത്തോടെ കൊലപ്പെടുത്താൻ കഴിയുമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഇത്രയധികം കൊടുക്രൂരത എങ്ങനെ കയറിക്കൂടി? ഇത് പ്രത്യേകം അന്വേഷിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. എന്നും ക്ലാസ് കഴിഞ്ഞ് ഫർഹാന മടങ്ങി വരുന്ന ആ വഴിയിൽ വൈകുന്നേരം എത്തിയത് ദുരന്ത വാർത്തയാണ്. മകൾക്കെന്തോ അപകടം പറ്റിയെന്ന വാർത്തയായിരുന്നു ആദ്യം വീട്ടുകാർ കേട്ടത്. അപ്പോഴേക്കും മാധ്യമങ്ങളിലൂടെയും ചുറ്റുവട്ടത്തുള്ളവരുമൊക്കെ ഫർസാനയുടെ മരണവാർത്ത അറിഞ്ഞിരുന്നു. വീടിന് ചുറ്റുമുള്ളവരൊക്കെ ഈ മരണവാർത്ത അറിഞ്ഞുവെങ്കിലും ഫർസാനയുടെ മാതാവ് ഷീജയെ ആരും മരണവിവരം അറിയിച്ചിരുന്നില്ല. മകൾക്ക് എന്ത് അപകടമാണ് പറ്റിയത്, എൻ്റെ മകൾ എവിടെയാണ് എന്ന് ഷീജ ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കുന്നു. രാത്രി 9ഓടെ വീടിനുള്ളിൽ നിന്ന് ഷീജയുടെ നിലവിളി. എൻ്റെ മകൾ പോയോ? ഇല്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും അയൽക്കാരും ഒക്കെ ചേർന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. വീടിന് ചുറ്റും വലിയ ജനക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ഷീജ അലറി വിളിച്ചു. ഓരോ മണിക്കൂറിലും വീടിന് ചുറ്റും ജനക്കൂട്ടം ഏറി വരുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ വലിയ ഭീതി. ഷീജയ്ക്ക് കാര്യം മനസ്സിലായി. എൻ്റെ മകൾ പോയി എന്ന് പറഞ്ഞ മാതാവ് പിന്നീട് ഉച്ചത്തിൽ നിലവിളിച്ചു. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളാണ് ഫർസാന. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും പ്രിയങ്കരി. നന്നായി പഠിക്കും. അഫാനുമായുള്ള പ്രണയം അത് അവളുടെ ഹൃദയം കവർന്നു. വീടിനടുത്തുള്ള കുട്ടികളുടെ ട്യൂഷൻ ടീച്ചർ കൂടിയായിരുന്നു ഫർസാന. തിങ്കളാഴ്ച വൈകിട്ടും ട്യൂഷൻ പഠിക്കാൻ കുട്ടികളെത്തി ഫർസാനയെ കാത്തിരുന്നു. അഫാനെ പലപ്പോഴും നാട്ടുകാർ ഈ പ്രദേശത്ത് വെച്ച് കണ്ടിരുന്നു. ഫർസാന അഫാന്റെ ബൈക്കിൽ കയറി പോകുന്നതും നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഈ വിവരങ്ങളൊന്നും ഫർസാനയുടെ പിതാവ് സുനിലിനെ നാട്ടുകാർ അറിയിച്ചിരുന്നില്ല. അഫാൻ പൊതുവെ വളരെ സൈലന്റായ വ്യക്തിയാണ്. നാട്ടുകാർക്കെല്ലാവർക്കും ഇതറിയാം. മാതൃസഹോദരനായ ഷമീർ അഫാനെക്കുറിച്ച് പറയുന്നത്, നല്ല പയ്യനായിരുന്നു എന്ന് ഷമീർ പറയുന്ന അഫാൻ അവൻ എന്തുപറ്റി എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. അഫാന്റെ ആക്രമണത്തിൽ നിന്ന് അമ്മ ഷെമി മാത്രമാണിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഷെമി ചികിത്സയിൽ തുടരുന്നു. ഷെമിയോട് സഹോദരൻ സംസാരിച്ചുവെങ്കിലും സംസാരം തിരിയുന്നില്ല എന്ന് ഷമീർ പറഞ്ഞു. ഷെമി തിരക്കുന്നതൊക്കെ സ്വന്തം മക്കളെയാണ്, അഫാനെ അടക്കം. ആകെ തകർന്നു കിടക്കുകയാണ് ആ മാതാവ്. ഒരുപാട് മുറിവുകളുണ്ട്. ആരോഗ്യ പ്രശ്നം ഇപ്പോഴുമുണ്ട്. തലേ ദിവസവും വിശേഷം തിരക്കി പ്രതി അഫാൻ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മാതൃസഹോദരൻ പറയുന്നത്. സ്വന്തം ഉമ്മ ഷെമിയെയായിരുന്നു അവൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഷെമിയുടെ കഴുത്തിൽ ഷാൾ കുരുക്കി നിലത്തടിക്കുകയായിരുന്നു പ്രതി. തലയടിച്ച് ബോധരഹിതയായ മാതാവ് കൊല്ലപ്പെട്ടെന്ന് കരുതി മുറിയിലിട്ട് പൂട്ടിയാണ് അഫാൻ മറ്റു കൊലപാതകങ്ങൾക്കായി പുറപ്പെട്ടത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 5 പേരെ കൊലപ്പെടുത്തുകയും സ്വന്തം ഉമ്മയെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത പ്രതി. ഒരു ക്രിമിനലിന് പോലും ചെയ്യാൻ സാധിക്കാത്തതാണ് അഫാൻ ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ കൊടും ക്രൂരതകൾ. സമൂഹ മനസ്സാക്ഷി അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. രക്തമുറയുന്ന ഈ നിഷ്ഠൂരതയ്ക്ക് പിന്നിൽ യഥാർത്ഥ വസ്തുതകൾ എന്ത്? പണവും പ്രണയവുമൊക്കെ കൂടിക്കലർന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അഫാൻ എന്ന് വ്യക്തം. അതിൻ്റെ തുടർച്ചയാണ് സ്വന്തം കുടുംബത്തെ അടക്കം ഇല്ലാതാക്കിയ ഈ കൊടും ക്രൂരത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.